സോ ഹായ് ഗൈസ്, കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു സാംസങ് ഗാലക്സി S21 FE സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് ഈ ബിഗ് ബില്യൺ ഡേ സെയിലിൽ മേടിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൊത്തം പ്രോസ് ആൻഡ് കോൺസ് പറയാം സാംസങ് ഗാലക്സി S21 FEനെ പറ്റിയിട്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാം. പിന്നെ നിങ്ങൾ തീരുമാനം എടുക്കുക നിങ്ങൾക്ക് മേടിക്കണോ മേടിക്കേണ്ടതെന്ന്. ബിക്കോസ് ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് സാംസങ് ഗാലക്സി S21 FEനെ പറ്റിയിട്ട്, അതേമാതിരി കുറച്ച് കോൺസും ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോ മുഴുവൻ കാണാൻ കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. ഞാൻ ഇവിടെ ഒരു അഭിപ്രായം പറയാൻ പോകില്ല, നിങ്ങൾ മുഴുവൻ ഈ വീഡിയോ കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മേടിക്കണോ മേടിക്കേണ്ടതെന്ന്. ഓക്കെ, പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ S21 FEയുടെ കോൺസ് ആൻഡ് പ്രോസ് നോക്കാം. ആദ്യം നമുക്ക് തുടങ്ങാം കോൺസ് ഉണ്ട്, അതായിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് പ്രോസ് ആണെന്ന്. ഓക്കെ, ആദ്യത്തെ കോൺ നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റ്വർക്ക്. ഇപ്പോൾ ഞാൻ ജിയോൻ്റെ 5G നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത് പുറത്ത് എന്നിട്ട് നമുക്ക് ഇതിലത്തെ സ്പീഡ് കാണാൻ പറ്റും എത്ര സ്ലോ ആണെന്ന്. അതേ സമയത്ത് ഞാൻ കുറച്ച് നല്ല നെറ്റ്വർക്ക് ഏരിയയിൽ പോവുകയാണെങ്കിലും മറ്റേ ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ജിയോൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ജിയോൻ്റെ പ്രോബ്ലം ആയിരിക്കും. ജിയോൻ്റെ പ്രോബ്ലം അല്ല, എൻ്റെ സെയിം S23യിൽ ഞാൻ ഈ സെയിം ജിയോൻ്റെ സിം വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല 5G ഇൻ്റർനെറ്റ് സ്പീഡാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് സ്പീഡ് ഭയങ്കര സ്ലോ ആണ് S21 FEയിൽ. അതേ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻ്റർനെറ്റ് സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, പക്ഷേ നിങ്ങൾ ഫോൺ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 5Gന് 4Gക്ക് സ്വിച്ച് ആവും. ആ ഒരു കോണും കൂടി ഉണ്ട് S21 FEയിൽ. ഇനിയിപ്പോൾ അടുത്ത കോണാണ് ഹീറ്റിംഗ് ഇഷ്യൂ നോക്കുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണ്, എൻ്റെ അടുത്ത് എക്സിനോസ് വേരിയൻ്റാണ്, എൻ്റെ കസിൻ്റെ അടുത്ത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റാണ്. അപ്പോൾ ആ രണ്ട് ഫോണും കൂടി ഞാൻ സെയിം പ്ലേസിൽ വെച്ചിട്ട് സെയിം ടാസ്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ചൂടാവുന്നത് സ്നാപ്ഡ്രാഗൺ വേരിയൻ്റാണ്. ഓക്കെ, അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമുക്ക് ഗെയിംസോ ഇല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻസൊക്കെ വല്ലതും യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്രെയിം ഡ്രോപ്സ് കാണാൻ കിട്ടും. അതേ സമയത്ത് ഇപ്പോൾ അധികം ചൂടൊന്നും തോന്നുന്നുണ്ടാവില്ല, ബിക്കോസ് ഇപ്പോൾ റെയിനി സീസണാണ്. ഇപ്പോൾ നിങ്ങൾ ഏപ്രിൽ മെയ് ജൂൺ സമയത്തൊക്കെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും ഫോണിൽ. ലൈക്ക് നിങ്ങളൊരു നോർമൽ ടാസ്ക് ചെയ്യുകയാണെങ്കിലും, ലൈക്ക് ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ട്വിറ്റർ ഇങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ 5Gയുടെ മൊബൈൽ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഫോൺ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടാവുന്നതുകൊണ്ട് എന്താ, ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് കുറയും. അത് ഞാൻ ബാറ്ററി സെക്ഷനിൽ പറയാം. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ഇതിലത്തെ വലിയൊരു കോണാണ്. ഇനിയിപ്പോൾ അടുത്ത കോണാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ. ഇപ്പോൾ കുറേ യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് S21 FEയിൽ. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇപ്പോൾ നിങ്ങളുടെ ഫോണ് വാറൻറ്റിയിൽ ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരും. അതേ സമയത്ത് നിങ്ങളുടെ ഫോൺ ഔട്ട് ഓഫ് വാറൻറ്റി ആണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരേണ്ട ചാൻസ് ഉണ്ട്. അഥവാ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നാലും നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഫ്രീ ആയിട്ട് അവർ റീപ്ലേസ് ചെയ്ത് തരില്ല. അപ്പോൾ ചെയ്യാതിരിക്കുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്തത് ബാറ്ററി ലൈഫ് ഭയങ്കര കുറവാണ് S21 FEയിൽ. നിങ്ങൾ എത്ര ഓപ്റ്റിമൈസേഷൻ ചെയ്താലും ഇതിൽ ബാറ്ററി ലൈഫ് നന്നായിട്ട് കുറവാകും. ഫോർ എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് 4500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഹെവി യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 3 ആണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. ഒരു ആവറേജ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 2 ആണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അതേമാതിരി ഭയങ്കര ലൈറ്റ് യൂസറാണെങ്കിൽ രാവിലെ 7 മണിക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് എന്തായാലും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. പിന്നെ നിങ്ങൾ വൈഫൈയിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ മൊബൈൽ ഡാറ്റ 5G ഒക്കെ വെച്ച് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം 3 ആണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു ആവറേജ് ബാറ്ററി ലൈഫ് പറയുകയാണെന്ന് വെച്ചാൽ 5Gയിൽ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ 3 to 3.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതേ സമയത്ത് വൈഫൈയിൽ വെച്ച് യൂസ് ചെയ്യാന്ന് വെച്ചാൽ 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആവറേജ് കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കോണാണ് ക്യാമറ ക്വാളിറ്റി കോണായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് പ്രോസ് ഉണ്ട്. അത് ഇങ്ങനെയാണ് ഞാൻ പറയാൻ എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ സാംസങ് ഗാലക്സി S21 FE യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഫോൺ ലോഞ്ചായപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിനെ കമ്പീറ്റ് ചെയ്തിരുന്നു ഇൻ ടേംസ് ഓഫ് ക്യാമറ ക്വാളിറ്റി. പക്ഷേ ഇന്നത്തെ സമയത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പെഷ്യലി ഇറ്റ്സ് ടെലിഫോട്ടോ ലെൻസ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് സാംസങ് S21 FE മേടിക്കണമെന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ റിയൽമീനാണ് അപ്ഗ്രേഡ് ചെയ്യണത്, ഇല്ലെങ്കിൽ
സാംസങ്ങിൻ്റെ എം സീരീസിനോ എ സീരീസിനോ അല്ലെങ്കിൽ എഫ് സീരീസിനാണ് നിങ്ങൾ S21FEയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട് ആഫ്റ്റർ ദ റീസെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി. ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ കുറച്ച് സോഫ്റ്റ് ആവും ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസിന്. അതേമാതിരി വൈഡ് ആംഗിൾ ക്യാമറയും കുറച്ച് ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ഇതിൻ്റെ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. അതേമാതിരി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ല ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ ക്യാമറ. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് S21FE മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അടുത്ത കോണാണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 888 ആണ്. അപ്പോൾ ഈ സ്നാപ്ഡ്രാഗൺ 888 2020 ലോഞ്ച് ആയത്. 4 വർഷം പഴയ ഒരു പ്രൊസസ്സറാണ് S21FEയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഇന്നത്തെ ടൈമിൽ 25,000 നിങ്ങൾ നോക്കുകയാണെങ്കിലും OnePlus Nord 4, OnePlus Nord CE4 ഇതിൻ്റെയൊക്കെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആട്ടും നല്ല എഫിഷ്യൻ്റായും നല്ല പവർഫുള്ളായ പ്രൊസസ്സറാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡേ ടു ഡേ ടാസ്കൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. പക്ഷേ ഗെയിമിങ്ങിന് പറ്റിയൊരു പ്രൊസസ്സറല്ല സ്നാപ്ഡ്രാഗൺ 888. അതേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ചൂട് കാലത്ത് ഇതിൻ്റെ പ്രൊസസ്സർ ഭയങ്കരമായിട്ട് ത്രോട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസിൽ നന്നായിട്ട് ലാഗ് കാണാൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ ടൈമിൽ ഇതിൻ്റെ പ്രൊസസ്സർ അത്ര കേപ്പബിൾ അല്ല, അത്ര എഫിഷ്യൻറ്റും അല്ല, അത്ര പവർഫുൾ അല്ല. അപ്പോൾ എത്ര നേരം ഞാൻ കോൺസാണ് പറഞ്ഞത് S21FEന് വേണ്ടിയിട്ട്. നീ എന്തൊക്കെയാണ് പ്രോസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോ നോക്കാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡൈനാമിക് ആംബ്ലെറ്റ് 2x ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് വിത്ത് HDR10 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടൻറ്റ് മൂവീസൊക്കെ വല്ലതും കാണുകയാണെങ്കിലും വലിയ സീരീസ് വല്ലതും കാണുകയാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി തോന്നും. പിന്നെ ബെസൽസൊക്കെ ഭയങ്കര തിന്നാണ്. ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങൾ S23FE ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പക്ഷേ ഇതിൽ S21FEയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് S23FEയിൽ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ബെസൽസ് കണ്ടിട്ട് നിങ്ങൾ ബെസൽസ് കുറച്ച് തിക്കായ ബെസൽസാണ്. അപ്പോൾ അത് ഫ്രണ്ടിന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നമുക്ക് തോന്നില്ല. അതേ സമയത്ത് S21FE നമ്മൾ ഫ്രണ്ട് സൈഡിന് നോക്കുകയാണെന്ന് വെച്ചാൽ ബെസൽസൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാവും തോന്നിക്കുക. ഇപ്പോൾ അടുത്ത ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റിനെ പറ്റി നോക്കാം. സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഈ റീസെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എൻഹാൻസ് ആയിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് ഇവിടെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് S21FEയിൽ. ഇനിയിപ്പോൾ അടുത്ത പ്രോ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ S21FE വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ബിക്കോസ് നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് S21FEയിൽ കിട്ടുന്നത്. ബിക്കോസ് നമുക്കിവിടെ സെക്യൂർ ഫോൾഡർ കിട്ടുന്നുണ്ട്, അതേമാതിരി നോക്സ് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്, NFC കിട്ടുന്നുണ്ട്, അതേമാതിരി നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് S21FEയിൽ. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ S21FE മേടിക്കാം. ഇപ്പോൾ അടുത്ത പ്രോ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ക്യാമറേനെ പറ്റി കുറച്ച് കോൺസ് പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോഴും ഇതിലത്തെ വീഡിയോ ക്വാളിറ്റി ഭയങ്കര ഇമ്പ്രസീവാണ്. നമുക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 25,000 നിങ്ങൾക്ക് ഈ ഫോൺ കിട്ടുകയെന്ന് വെച്ചാൽ 25,000 എത്ര നല്ല വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലായിക്കോട്ടെ ബാക്ക് ക്യാമറയിലായിക്കോട്ടെ നമുക്ക് 4Kയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോൺ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ S21FE ഈസ് എ ബെസ്റ്റ് ചോയ്സ് അണ്ടർ 25K. അപ്പോൾ സമ്മപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫോൺ ഫോർ ദ പ്രൈസ് ഓഫ് 25,000 എനിക്ക് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പഴയ ഫോണാണ്, 4 വർഷം പഴയ ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അതേ സമയത്ത് നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഫ്ലാഗ്ഷിപ്പ് ലെവൽസ് ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആണ്, ഡിസ്പ്ലേ ക്വാളിറ്റി ഇമ്പ്രസീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണോ ചെയ്യണ്ടേന്ന് ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.